സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് ഹല്ലേലൂയ കുഞ്ഞുങ്ങൾ പാടിയതുപോലെ സ്തോത്രം ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ മലയാളം വർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സ്തോത്രം ഹല്ലേലൂയ ദൈവദൂതന്മാർ സ്തോത്രം ഹല്ലേലൂയ ചിറക് വിരിച്ച് ഓ റവ ശന്തര ധീര ഹല്ലേലൂയ സ്തോത്രം ആ ദർശനം കാണുവാൻ എനിക്കിടയായി. സ്തോത്രം ഹല്ലേലൂയ ഓ റവ ശന്തര ധീര. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കും എൻ്റെ കൂടെ ഇന്ന് പകൽക്കാലം കുഞ്ഞുങ്ങൾ പാടിയല്ലോ സ്തോത്രം. This bone shall live. Hallelujah. Oh Jesus, we will sing. These bones, hallelujah. ഏറ്റവും ഉണങ്ങിയ അസ്ഥികൾ hallelujah ഇന്ന് പകൽക്കാലം ജീവിക്കും. hallelujah. എത്ര പേർ വിശ്വസിക്കും എൻ്റെ കൂടെ ഒരു നിമിഷം ആത്മാവിൽ പ്രതികരിക്കും. hallelujah. ഓ നമസ്കാരം. ഈ ഹ്യൂസ്റ്റൺ ജീവിക്കും. സ്തോത്രം hallelujah. ഏറ്റവും ഉണങ്ങിയ അസ്ഥിയ ഓ നമസ്കാരം അവസ്ഥകൾ മാറും യേശുവിന്റെ നാമത്തിൽ. നിന്റെ ജനം കർത്താവേ ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ് കർത്താവേ. സ്തോത്രം ഹല്ലേലൂയ. താഴ്ത്തുന്നപ്പ ഞങ്ങൾക്ക് ഒരു യോഗ്യതയുമില്ല, എന്നാൽ സ്തോത്രം ഹല്ലേലൂയ സർവശക്തനായ ദൈവം ഹല്ലേലൂയ സകലവും നിവർത്തിക്കുന്ന ദൈവം ഹല്ലേലൂയ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുകയാണപ്പ. ഹല്ലേലൂയ അത്യുന്നതനോട് പ്രാർത്ഥിക്കുകയാണ്, സകലതും നിവർത്തിച്ചെടുക്കണമേ ഈ കാലഘട്ടത്തിൽ. ഹല്ലേലൂയ ഓ റബ ശന്തര ഐക്യത ദൈവസഭകളിൽ വ്യാപരിക്കട്ടെ. ഉടവരവ ശന്തര ഞങ്ങളുടെ കുടുംബങ്ങളിൽ വ്യാപരിക്കട്ടെ. ഉടവ ശന്തര ധീര ദൈവ കുഞ്ഞുങ്ങളിൽ വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വചനം 100 മേനി ഫലം കായ്പാൻ ദൈവം ഇടയാക്കണം കർത്താവേ. സ്തോത്രം ഹല്ലേലൂയ. ജനത്തെ ഉണർത്തിയതിനായി സ്തോത്ര കർത്താവേ, ആദ്യ അവസാനത്തോളം കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം ഹല്ലേലൂയ. ഈ തന്ന അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. HWPF ഭാരവാഹികൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ ജോളി ജോസഫ് ആൻറ്റി വളരെ ഹല്ലേലൂയ ഹ്യൂമിലിറ്റിയോടെ താഴ്മയോടെ പ്രവർത്തിക്കുന്ന ദൈവദാസിയാണല്ലോ. കർത്താവിൻ്റെ ദാസിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. എനിക്ക് യോഗ്യത ഉണ്ടായിട്ടല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്, ദൈവത്തിൻ്റെ കൃപയാണ്. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ കേരളത്തിൽ നിന്ന് പുറത്താണ് പഠിച്ചതും ഹല്ലേലൂയ എല്ലാം. അതുകൊണ്ട് ഞാൻ മലയാളം പഠിച്ച് പറയുകയാണ്. അതിൽ വരുന്ന കുറവുകളെ നിങ്ങൾ ക്ഷമിക്കണം. സ്തോത്രം ഹല്ലേലൂയ. HPFൻ്റെ എല്ലാ ഭാരവാഹികളും കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർക്കും എല്ലാവർക്കും കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ഓൺലൈൻ വാച്ച് ചെയ്യുന്നവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. വേറെ ഒന്നും ഇൻട്രഡക്ഷനായി പറയുവാൻ ആഗ്രഹത്തില്ല. ദൈവത്തിന് ഹല്ലേലൂയ ഒരു ഡ്രീമുണ്ട് ദൈവസഭയെക്കുറിച്ച്. ആ ഡ്രീമിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം ഹല്ലേലൂയ. അതാണ് സ്തോത്രം ഹല്ലേലൂയ മക്കളുടെ ഐക്യതയാണ് ദൈവത്തിൻ്റെ ഡ്രീം. ഹല്ലേലൂയ. നമ്മൾ ഒരുമിച്ച് നിന്ന് സ്തോത്രം ഹല്ലേലൂയ വീര്യം പ്രവർത്തിപ്പാൻ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. നമ്മൾ തമ്മിൽ ഹല്ലേലൂയ അടിക്കുവാനല്ല സ്തോത്രം, നമ്മൾ തമ്മിൽ സ്തോത്രം ഹല്ലേലൂയ വിരോധത്തോടെ ഇരിക്കുവാനല്ല, എന്നാൽ സ്തോത്രം നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല ഹല്ലേലൂയ, വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാര ശക്തികളോടും സ്തോത്ര സ്വരലോക ദുഷ്ടാത്മ സേനകളോടുമാണ്. സ്തോത്രം ഹല്ലേലൂയ. അതിനുവേണ്ടി സ്തോത്ര ആത്മാവിൽ നിറഞ്ഞ സഹോദരിമാരാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. സ്തോത്രം ഹല്ലേലൂയ. ഈ മണിക്കൂറിൽ
സ്തോത്രം ഹല്ലേലൂയ തന്നിരിക്കുന്ന സമയത്തിൽ തന്നെ നമ്മൾ ഒരുമിച്ച് സ്തോത്രം ഹല്ലേലൂയ നമുക്ക് ഒരുമിച്ച് നിന്നാൽ സ്തോത്രം ഹല്ലേലൂയ ദൈവരാജ്യത്തിന് വേണ്ടി അനേക കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് ഇടയാകും. എന്നാൽ ശത്രു ഈ ദിവസങ്ങളിൽ വളരെ പ്രവർത്തിക്കുകയാണ്. സ്തോത്രം എങ്ങനെയെങ്കിലും ചിതറിക്കുവാൻ നമ്മളെ ചിതറിച്ച് സ്തോത്രം ഹല്ലേലൂയ ഐക്യതയെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ ദൈവസഭകളുടെ സ്തോത്രം ഹല്ലേലൂയ ആ വിശ്വസ്തതയെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് സ്തോത്രം ശത്രു മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഒരുമിച്ച് സ്തോത്രം ഇവിടെ കടന്നു വന്നിരിക്കുന്നത് എന്നെ കേൾക്കുന്ന എല്ലാവരും സ്തോത്രം ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിൽ ഒരുമിച്ച് നിൽക്കുമെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ വലിയത് സ്തോത്രം ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യുവാൻ ഈ ദിവസങ്ങളിൽ ഇടയാകും. സ്തോത്രം ഹല്ലേലൂയ അതേ സ്തോത്രം അതേ ഹല്ലേലൂയ സ്തോത്രം ഈ നമുക്കറിയാം ഹല്ലേലൂയ രണ്ട് കാര്യങ്ങളാണ് സ്തോത്രം ഹല്ലേലൂയ കോവിഡ് മാറി സ്തോത്രം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ ഏറ്റവും കുറഞ്ഞു വന്നിരിക്കുകയാണ് ഈ ദിവസങ്ങളിൽ. സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ എല്ലായിടത്തും പോകുന്നുണ്ട്. എന്നാൽ സ്തോത്രം ആരാധനയ്ക്ക് പോകുന്നുണ്ടോ? ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഇവിടെ പറയുന്നു സ്തോത്രം ഹല്ലേലൂയ സയൻസ് പറയുന്നു പോസ്റ്റ് ട്രോമാറ്റിക് ഡിസ്ട്രസ് സിൻഡ്രോം. ഹല്ലേലൂയ എങ്ങനെയാണ് സ്തോത്രം ഏതോ ഒരു വിഷയത്തിൽ 2 വർഷമായി നമ്മൾ വളരെ സ്ട്രെസ്സിലായിരുന്നു. ജോലിയിൽ സ്ട്രെസ്, ഭവനത്തിൽ സ്ട്രെസ്, കുഞ്ഞുങ്ങളുടെ സ്കൂളിൻ്റെ വിഷയത്തിൽ വളരെ സ്ട്രെസ്സാണ്. എന്നാൽ സ്തോത്രം അത് കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ അതെല്ലാം മാറിയാലും നമുക്ക് ഹല്ലേലൂയ അവർ 2 സിംറ്റം കാണിക്കും. സ്തോത്രം അവർക്ക് പുറത്ത് ഹല്ലേലൂയ വരുവാൻ സോഷ്യലൈസ് ചെയ്യുവാൻ പേടിയാകും. ഏലിയാവിനെ പോലെ ചിലർ ഗുഹയിലിരിക്കുകയാണ്. സ്തോത്രം ഹല്ലേലൂയ അവർക്ക് ആരാധനയ്ക്ക് വരുവാൻ ഒരു മടിയാണ്. സ്തോത്രം ഹല്ലേലൂയ നമ്മൾ പ്രാർത്ഥിക്കാം ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ അവർ പുറത്തു വരണം. സ്തോത്രം ഹല്ലേലൂയ ഐസൊലേഷൻ മാറി നമ്മുടെ പ്യൂകൾ നിറയപ്പെടുവാൻ ഓരോ ചർച്ചിലെ പ്യൂകൾ നിറയപ്പെടുവാൻ ഇടയാകണം. അതിനായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. സ്തോത്രം ഹല്ലേലൂയ അതെ ഇനിയൊരു കാര്യമുണ്ട്. സ്തോത്രം ഹല്ലേലൂയ നമ്മളെ ദൈവം വലിയതായിട്ട് അനുഗ്രഹിച്ചു. ഹല്ലേലൂയ ദൈവം തന്ന വിഷയം ഞാൻ പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. ഹല്ലേലൂയ ഉറമ ശന്തരധീര ഹല്ലേലൂയ ഇങ്ങനെ ഹല്ലേലൂയ ആവർത്തന പുസ്തകം 28:17 സ്തോത്രം ഇങ്ങനെ പറയുന്നു സകല വസ്തുവകളുടെയും സമൃദ്ധി ഹേതുവായി ഹല്ലേലൂയ സ്തോത്രം നിന്റെ ദൈവമായ യഹോവയെ നീ ഉന്മേഷത്തോടും സന്തോഷത്തോടും സേവിക്കയാൽ. ഹല്ലേലൂയ സേവിക്കാൻ പറ്റുന്നില്ല, എനിക്ക് നല്ല ജോലിയുണ്ട്, അതിൽ ഫുള്ളി ആക്യുപ്പൈഡാണ്. സ്തോത്രം ഹല്ലേലൂയ നല്ല ഭവനമുണ്ട്, അതിൻ്റെ സൗന്ദര്യം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, എനിക്ക് ദൈവത്തെ ആരാധിക്കുവാൻ ഹല്ലേലൂയ ഹൃദയ പരമാർത്ഥതയോടെ ദൈവത്തെ സേവിക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ അങ്ങനെ പറയുന്ന കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. സ്തോത്രം ഹല്ലേലൂയ എനിക്ക് മക്കളുണ്ട്, സ്തോത്രം എനിക്ക് വളരെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ സമയമില്ല എന്ന് പറയുന്ന കാലഘട്ടമാണ്. എന്നാൽ സ്തോത്രം അതിൻ്റെ ബാക്കി നിങ്ങൾ വായിച്ചാൽ മതി. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മൾ നന്മകളുടെ പുറകെ പോകുവാനല്ല. സ്തോത്രം ഹല്ലേലൂയ നന്മ തന്നവനെ സ്തോത്രം ഹല്ലേലൂയ ഓ ഹറബ ശന്തരധീര worship the one who blessed you. Hallelujah who brought you thus far. Hallelujah who was Ebenezer in your life. Hallelujah in the midst of the blessing. Hallelujah do not forget the blesser. ഓ റബ ശന്തരധീര ഹല്ലേലൂയ അങ്ങനെ ചെയ്യുമെങ്കിൽ സ്തോത്രം ദൈവം യഥാർത്ഥമായി നമ്മളെ അനുഗ്രഹിക്കാൻ പോകുകയാണ്. സ്തോത്രം ഹല്ലേലൂയ നമ്മൾ മാത്രമല്ല ചിതറിക്കിടക്കുന്നത്, മാനസികമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ചിതറിക്കിടക്കുകയാണ്. സ്തോത്രം ഹല്ലേലൂയ അത് മാത്രമല്ല സ്തോത്രം നമ്മൾ തന്നെ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മൾ വളരെ പലതും നല്ലത് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, എന്നാൽ നമുക്ക് കഴിയുന്നില്ല. ദൈവമക്കളെ സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ മനസ്സിനെ ഹൃദയത്തെ ഏകാഗ്രതയെ നഷ്ടപ്പെടുത്തിക്കുന്ന ഒരു ദുഷ്ട ശക്തിയുണ്ട്. സ്തോത്രം അതുകൊണ്ടാണ് ദാവീദ് പ്രാർത്ഥിച്ചത്. സങ്കീർത്തനം 86 സ്തോത്രം 11 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു സ്തോത്രം നിന്റെ നാമത്തെ ഹല്ലേലൂയ ഭയപ്പെടുവാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ. സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ ഹൃദയം ഹല്ലേലൂയ അനേക ചിന്തകളാൽ ഈ ലോകത്തിൻ്റെ ചിന്തകളാൽ നിറഞ്ഞു പോയാൽ സ്തോത്രം ഹല്ലേലൂയ എന്ത് ചെയ്യണമെന്ന് സ്തോത്രം ഹല്ലേലൂയ ചിന്തകളാൽ നിറഞ്ഞു പോയാൽ നമുക്ക് ദൈവത്തെ ഭയപ്പെടുവാൻ ഇടയാകത്തില്ല. സ്തോത്രം അതുകൊണ്ട് എത്ര പേർ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കും ഞങ്ങളുടെ തന്നെ സ്തോത്രം ഒരു ഐക്യതയിലേക്ക് ഹൃദയത്തിൻ്റെ ഐക്യതയിലേക്ക് നിന്നെ ഭയപ്പെടുവാൻ സ്തോത്രം ഹല്ലേലൂയ ഞങ്ങളെ ഒന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സ്തോത്രം ഹല്ലേലൂയ ഓ റമശന്തരധീര അതേ ഹല്ലേലൂയ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു സ്തോത്രം ഹല്ലേലൂയ ഞാൻ ഹല്ലേലൂയ നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ ഹല്ലേലൂയ അറിയാത്ത തിന്മ ചെയ്തു പോകുന്നു. നമ്മുടെ ജീവിതം അങ്ങനെയാണോ? സ്തോത്രം പ്രാർത്ഥിച്ച് ജയമെടുത്താട്ടെ ഈ ദിവസങ്ങളിൽ. ഹുഡമന ശന്തരധീര ഹല്ലേലൂയ സ്തോത്രം ദൈവം ഹല്ലേലൂയ നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രതപ്പെടുത്തി
മനസ്സുകളെ ഏകാഗ്രതപ്പെടുത്തി ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ നിങ്ങളുടെ ഓരോരുത്തരും മേലും പകർന്നിരിക്കുന്ന അഭിഷേകം വ്യർത്ഥമായി പോകാതെ സ്തോത്രം ഹല്ലേലൂയ അത് ദൈവരാജ്യത്തിന് വേണ്ടി എത്ര പേർ ഹല്ലേലൂയ എന്നെ ഉപയോഗിക്കണമേ ഹല്ലേലൂയ എന്നെ ഒന്ന് സ്തോത്രം ഐക്യതയിൽ നിർത്തി എൻ്റെ കുടുംബത്തിൽ ഐക്യതയോടെ നിർത്തി സ്തോത്രം ഹല്ലേലൂയ ദൈവസഭയിൽ ഐക്യതയോടെ നിർത്തി വലിയത് പ്രവർത്തിപ്പാൻ എന്നെ ഇടയാക്കണമെന്ന് ഓ റബ ശന്തരധീര ഹല്ലേലൂയ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്തോത്രം ഹല്ലേലൂയ. ഇന്നത്തെ ചിന്തയ്ക്കായി സ്തോത്രം യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം സ്തോത്രം 21-23 വാക്യങ്ങൾ നമ്മൾ വേഗത്തിൽ വായിക്കും. സ്തോത്രം യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 21-23 സ്തോത്രം. യോഹന്നാൻ 17:21-23. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിക്കാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിൽ ആകേണ്ടത് തന്നെ. 23. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നുവെന്നും ലോകം അറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തിരിഞ്ഞവരായിരിക്കേണ്ടതിനും തന്നെ. ആമേൻ സ്തോത്രം. അവരെല്ലാവരും ഒന്നായിരിക്കേണ്ടതിന് അവർ ഐക്യതയിൽ തികഞ്ഞിരിപ്പാൻ സ്തോത്രം ദൈവം ആഗ്രഹിക്കുന്ന ഈ പുസ്തകം ഹല്ലേലൂയ ചിതറിക്കുന്ന പുസ്തകമല്ല. 1600 വർഷം കൊണ്ട് എഴുതിയാലും സ്തോത്രം ഹല്ലേലൂയ ഒരു പുസ്തകമായി ഐക്യതയോടെ ഹല്ലേലൂയ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് 3 പേരും സ്തോത്രം ഹല്ലേലൂയ ഐക്യതയോടെ ഹല്ലേലൂയ പ്രവർത്തിക്കുകയാണ് സ്തോത്രം ഹല്ലേലൂയ. ഈ പുസ്തകം പോലെ ഹല്ലേലൂയ ഈ ഹല്ലേലൂയ സ്തോത്രം വഴിയെ പോലെ ഐക്യതയുള്ള വേറെ ഒരു വഴിയില്ല സ്തോത്രം ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു ഹല്ലേലൂയ പുരോഹിത പ്രാർത്ഥനയിൽ ഹല്ലേലൂയ മരിക്കാൻ പോകുന്നതിന് തൊട്ട് മുൻപ് ക്രൂശീകരണത്തിന് തൊട്ട് മുമ്പ് പ്രാർത്ഥിക്കുന്നത് സ്തോത്രം. അവർക്ക് ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കുന്നത് ഹല്ലേലൂയ ഈ വചനം കേട്ട് രക്ഷിക്കപ്പെടുന്ന എനിക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. 20-ാം വാക്യം വായിക്കുമ്പോൾ ഹല്ലേലൂയ ഞാൻ ഇവർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ഇനി രക്ഷിക്കാൻ പോകുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഹല്ലേലൂയ. ഓ റബ ശന്തര സന്തോഷമുണ്ടോ? യേശു നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്താണ് പ്രാർത്ഥിച്ചത്? സ്തോത്രം ഹല്ലേലൂയ നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ ഹല്ലേലൂയ. അതേ ലോകം യേശുവിൽ വിശ്വസിക്കണമെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ അവരെല്ലാവരും ഒന്നാകണം സ്തോത്രം ഹല്ലേലൂയ. നമ്മൾ ഒന്നാകാതെ ഹല്ലേലൂയ നമ്മൾ ചിതറിക്കെടുക്കുമെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ അത് സാധ്യമല്ല. യേശുവിനെ വിശ്വസിക്കുവാൻ കഴിയുന്നില്ല സ്തോത്രം ഹല്ലേലൂയ. എന്താ നമ്മുടെ സഭകളിൽ ഇപ്പോൾ പുതിയ വിശ്വാസികൾ വരാത്തെ സ്തോത്രം ഹല്ലേലൂയ രക്ഷിക്കപ്പെട്ടു വരാത്തെ നമ്മളിലുള്ള ഭിന്നതയാണ് സ്തോത്രം ഹല്ലേലൂയ. നമ്മൾ ഒന്നാകുമ്പോൾ അവർ വിശ്വസിക്കും യേശു ഹല്ലേലൂയ ദൈവം അയച്ചതാണ് സ്തോത്രം ഹല്ലേലൂയ. പിതാവ് എന്നിലും നീ എന്നിലും ആകുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം വസിക്കും പോലെ അവർ ഹല്ലേലൂയ നമ്മളിൽ വസിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ സ്തോത്രം നമ്മൾ ഒന്നാകണം. നമ്മൾ ദൈവത്തിലും യേശുവിലും വസിക്കണം ഹല്ലേലൂയ. ഓ റബ ശന്തര നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ വസിക്കുമെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ ഏതു സമയത്തും അവിടെ വസിക്കുകയല്ലേ ഹല്ലേലൂയ. അതുപോലെ ദൈവ സാന്നിധ്യത്തിൽ നമുക്ക് വസിക്കുവാൻ ഇടയാകണം. അത്രമാത്രം ഐക്യത ദൈവം ആഗ്രഹിക്കുകയാണ് സ്തോത്രം. അതുമാത്രമല്ല ഹല്ലേലൂയ സ്തോത്രം എന്നെ അയച്ചിരിക്കുന്നു എന്ന് ഹല്ലേലൂയ വിശ്വസിക്കുന്നത് മാത്രമല്ല 23-ാം വാക്യത്തിൽ എന്നെ സ്നേഹിക്കുന്നത് പോലെ നീ അവരെയും സ്നേഹിക്കുമെന്ന് അവർ ഹല്ലേലൂയ ലോകം അറിയുവാൻ സ്തോത്രം ഹല്ലേലൂയ. ഈ ലോകത്തിൽ എല്ലാവരും രക്ഷിക്കപ്പെടണം. ലോകത്തിലുള്ളവരെ എല്ലാം സ്നേഹിച്ചാണ് യേശു വന്നതെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ അത് അവർ വിശ്വസിക്കണമെങ്കിൽ സ്തോത്രം നമ്മൾ തമ്മിൽ ഐക്യതയിലായിരിക്കണം സ്തോത്രം ഹല്ലേലൂയ. ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഉടവര ശന്തര ദൈവ സ്നേഹം നമ്മളിൽ നിന്ന് ഒഴുകിയാൽ മാത്രമേ ഈ ലോകം അതിനെ അറിയുവാൻ കഴിയത്തുള്ളൂ ഹല്ലേലൂയ. ഓ റമ ശന്തര അങ്ങനെയാണോ ഈ ദിവസങ്ങളിൽ നമ്മൾ ആയിരിക്കുന്നത് സ്തോത്രം ഹല്ലേലൂയ. നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ സ്തോത്രം അവർ ഐക്യതയിൽ തികഞ്ഞവരായിരിക്കണം സ്തോത്രം. പിതാവ് പുത്രൻ എങ്ങനെ ഐക്യതയിൽ തികഞ്ഞിരിക്കുന്നോ സ്തോത്രം അതുപോലെ ഹല്ലേലൂയ ഹല്ലേലൂയ യേശു പറഞ്ഞു ദൈവത്തിന്റെ ഹിതം നിവർത്തിക്കുന്നതാണ് എൻ്റെ ആഹാരം സ്തോത്രം. ദൈവമക്കളെ സ്തോത്രം ദൈവം ഹിതം നിവർത്തിക്കുന്നതാണോ ഹല്ലേലൂയ നമ്മുടെ ഒരു ഉദ്ദേശം ഈ ലോകത്തിൽ സ്തോത്രം? അല്ല വലിയ വീടാണോ ഹല്ലേലൂയ, വലിയ ഹല്ലേലൂയ പണമാണോ, റിട്ടയർമെന്റ് ആണോ, എന്താ നമ്മുടെ
ഉദ്ദേശം ഹല്ലേലൂയ, നമ്മുടെ ഉദ്ദേശത്തിൽ ഹല്ലേലൂയ പർപ്പസിൽ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് മടങ്ങി വരാം. ഹല്ലേലൂയ ഉടബറവ ശന്തരധീര ഹല്ലേലൂയ സ്തോത്രം. ഐക്യതയിൽ, ദൈവത്തോടുള്ള ഐക്യതയിൽ തികഞ്ഞവരായിരിക്കുമ്പോൾ ലോകം അറിയും യേശുവിനെ ദൈവമാണ് അയച്ചത്. അത് മാത്രമല്ല സ്തോത്രം ഹല്ലേലൂയ, ദൈവം ഓരോരുത്തരെയും സ്നേഹിക്കുമെന്ന് ഈ ലോകം അറിയുവാൻ ഇടയാകും. സ്തോത്രം ദൈവമക്കളെ ഹല്ലേലൂയ സ്തോത്രം. നമ്മളെ തന്നെ ഒന്ന് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ കുടുംബം ഐക്യമായി നിന്നാൽ സ്തോത്രം ഹല്ലേലൂയ അവിടെ വലിയ സമാധാനം ഉണ്ടാകും. ദൈവ പ്രവൃത്തി നടക്കുവാൻ ഇടയാകും. നമ്മുടെ കുടുംബത്തിൽ യാഗപീഠങ്ങൾ പണിയപ്പെട്ടാൽ, ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠങ്ങൾ ഉടബറ ശന്തരധീര അത് പണിയപ്പെട്ടാൽ ദൈവ സാന്നിധ്യം അവിടെ ഇറങ്ങുവാൻ ഇടയാകും. സ്തോത്രം ഹല്ലേലൂയ. അതേ സ്തോത്രം ഹല്ലേലൂയ. അവർ വിശ്വസിക്കാതിരിപ്പാൻ സാത്താൻ ഹല്ലേലൂയ വളരെ പ്രയത്നം ചെയ്ത് ഹല്ലേലൂയ നമ്മളെ ചിതറിച്ചു കൊണ്ടിരിക്കുക, ഐക്യതയെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഉള്ളിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ആലയത്തിൽ സ്തോത്രം ഹല്ലേലൂയ അതേ സ്തോത്രം ഐക്യത ഇല്ലാതാക്കുന്നു. അത് മാത്രമല്ല സ്തോത്രം ഹല്ലേലൂയ നമ്മൾ ഐക്യതയോടെ തിന്നാൽ സ്തോത്രം അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ ഇടയാകും. സ്തോത്രം ഹല്ലേലൂയ. ബാബേൽ ഹല്ലേലൂയ ഗോപുരം പറഞ്ഞപ്പോൾ ദൈവം ഇറങ്ങി വന്ന് അവിടെ ഒരു കാര്യം പറഞ്ഞു. സ്തോത്രം ഇവർ ഒരുമിച്ച് ഹല്ലേലൂയ പ്രവർത്തിക്കുകയാണ്, ഇവർക്ക് അസാധ്യമായി ഒന്നുമില്ല. ഹല്ലേലൂയ ദൈവം പറഞ്ഞതാണ്. സ്തോത്രം ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ ഇവർക്ക് അസാധ്യമായി ഒന്നുമില്ല, ഇവർ ഒരുമിച്ച് നിൽക്കുകയാണ്. ഉടമന സന്തര ധീര ഹല്ലേലൂയ സ്തോത്രം. അതേ സ്തോത്രം മാളിക മുറിയിൽ ഇറങ്ങി വന്ന ആത്മാവ് അവിടെ ഭാഷ തിരിച്ചെങ്കിൽ നമുക്ക് ഇപ്പോൾ അന്യഭാഷ എന്ന ഒരു ഭാഷ ഹല്ലേലൂയ നമുക്ക് തന്നിരിക്കുകയാണ്. സ്തോത്രം ഹല്ലേലൂയ. നമ്മൾ ഒരുമിച്ച് നിന്ന് ഒരു ഭാഷയോടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ, ഐക്യതയോടെ പ്രവർത്തിക്കുമ്പോൾ ഹല്ലേലൂയ ശകരധീരെ അതല്ലേ ശിഷ്യന്മാർ ചെയ്തത്. സ്തോത്രം ഭൂമിയുടെ അറ്റത്തോളം സുവിശേഷീകരിപ്പാൻ അവർക്ക് ഇടയായി. സ്തോത്രം ദൈവമക്കളെ സഹോദരികളാരും നമ്മൾ ബലഹീനരായിരിക്കും, എന്നാൽ നമ്മളുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നത് ഈ അത്യന്ത ശക്തിയാണ്. എത്ര പേർ വിശ്വസിക്കുന്നത് എന്റെ ഉള്ളിൽ ഒരു അത്യന്ത ശക്തി ഈ മൺകൂടാരത്തിൽ പകർന്നിരിക്കുന്നു, ഞാൻ ബലഹീനയല്ല. ഓ രാമ ശന്തര ധീര ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഓ രാമ ശന്തര ഹല്ലേലൂയ സ്തോത്രം. കുടുംബങ്ങളിൽ സ്തോത്രം ഹല്ലേലൂയ സ്നേഹത്തിന്റെ ആത്മാവ് വ്യാപരിക്കട്ടെ, ഐക്യതയുടെ ആത്മാവ് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ സ്തോത്രം. യേശു മാത്രം പ്രാർത്ഥിച്ചതല്ല, അപ്പോസ്തലനായ പൗലോസ് പിന്നെയും പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ സ്തോത്രം. എങ്ങനെയാണ്? റോമാലേഖനം 15-5-7 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വേഗത്തിൽ വായിക്കാം. റോമാലേഖനം 15-ാം അധ്യായം 5-7 വരെയുള്ള വാക്യം. റോമർ 15-5-7. എന്നാൽ നിങ്ങൾ ഐക്യമത്യപ്പെട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തെ ഏക മനസ്സോടെ ഒരു വായിനാൽ മഹത്വീകരിക്കേണ്ടതിന് സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ദൈവം നിങ്ങൾക്ക് ക്രിസ്തു യേശുവിന് അനുരൂപമായി തമ്മിൽ ഏക ചിന്തയോടിരിക്കുവാൻ കൃപ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ക്രിസ്തു ദൈവത്തിൻ്റെ മഹത്വത്തിനായി നിങ്ങളെ കൈക്കൊണ്ടതുപോലെ നിങ്ങളും അന്യോന്യം കൈക്കൊള്ളുവിൻ. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. അവിടെ പറയുന്നു എന്നാൽ നിങ്ങൾ ഐക്യമത്യപ്പെട്ട് സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ഒരു മനസ്സോടെ ഒരു വായാൽ ഒരു ശബ്ദമാണ് സ്തോത്രം ഹല്ലേലൂയ ദൈവത്തെ മഹത്വപ്പെടുത്തണം. സ്തോത്രം ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ ഐക്യമത്യപ്പെടാതെ ഒരു കുടുംബ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ അത് ഇതിന്റെ മുകളിൽ പോകത്തില്ല. ഹല്ലേലൂയ ദൈവമക്കളെ ഹല്ലേലൂയ സ്തോത്രം. സഹോദരിമാരായി നമുക്ക് ഒരു വലിയ ശുശ്രൂഷ ദൈവം ഏൽപ്പിച്ചു. അത് കുടുംബത്തിലാണ്. ഹുഡമന സന്തര ഞങ്ങളെ ഹല്ലേലൂയ ഞാൻ നിങ്ങളെ സ്തോത്രം ഹല്ലേലൂയ ഭയങ്കര ഇൻസ്പിറേഷൻ മെസ്സേജ് തന്നു പോകുവാനല്ല വന്നിരിക്കുന്നത്. ദൈവം എന്നെ അയച്ചിരിക്കുന്നത് സ്തോത്രം ഇന്ന് പകൽക്കാലം ഒരു ശുശ്രൂഷ നിങ്ങൾക്കുണ്ട്. ഹല്ലേലൂയ. ആ ശുശ്രൂഷ എന്താണ് കേട്ടോ? സ്തോത്രം ഞാൻ ഐക്യതയ്ക്ക് വേണ്ടി എന്തും സഹിക്കും. ഹല്ലേലൂയ ഞാൻ ഐക്യതയ്ക്ക് വേണ്ടി എന്ത് സാക്രിഫൈസ് വേണമെങ്കിലും എൻ്റെ കുടുംബത്തിൽ ചെയ്യും, എൻ്റെ ദൈവസഭയിൽ ചെയ്യുമെന്നുള്ള ഒരു വലിയ ശുശ്രൂഷ ഏറ്റെടുക്കുവാൻ എത്ര പേർ ഒരുങ്ങും? സ്തോത്രം ഹല്ലേലൂയ. നമ്മളൊന്ന് താഴെ കൊടുത്താൽ ഹല്ലേലൂയ നമ്മൾ ആ കുടുംബത്തിൽ സ്തോത്രം ഐക്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഐക്യതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തുടങ്ങിയ കുടുംബത്തിൽ ഐക്യത വ്യാപരിക്കും. അത് സഭയിലേക്ക് പടരുവാൻ ഇടയാകും. യേശുവിന്റെ നാമത്തിൽ ഹുഡമന സന്തര ധീകല ഹല്ലേലൂയ. അതാണ് നമുക്കുള്ള ശുശ്രൂഷ. വലിയതൊന്നും ചെയ്തില്ലെങ്കിൽ സ്തോത്രം ഐക്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? നമ്മുടെ കുടുംബത്തിൽ തുടങ്ങാൻ നമ്മുടെ ശുശ്രൂഷ. ഹല്ലേലൂയ. മുട്ടുകുത്തി ഉപവസിച്ച് എത്ര പേർ വിടുതലിന് പ്രാർത്ഥിക്കുന്നതിന് മുൻപ് ഹല്ലേലൂയ ഐക്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്തോത്രം ഹല്ലേലൂയ. ഐക്യമത്യപ്പെട്ട സ്തോത്രം ഹല്ലേലൂയ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരേ മനസ്സോടെ ഒരേ ശബ്ദത്തോടെ നമ്മൾ പ്രാർത്ഥിക്കും.
പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവ തേജസ് അവിടെ ഇറങ്ങുവാൻ ഇടയാകും. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു? ഞാൻ പറയുന്നതല്ല, ദൈവ വചനം പറയുകയാണ്. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. അതിന്റെ 6 വാക്യത്തിൽ പറയുന്നു, സ്തോത്രം, സ്ഥിരതയും ആശ്വാസം നൽകുന്ന ദൈവം നിങ്ങൾക്ക് ക്രിസ്തയേശുവിന്റെ അനുരൂപമായി ഹല്ലേലൂയ തമ്മിൽ ഏക ചിന്തയുള്ളവരായിപ്പിൻ. ഓ ഹല്ലേലൂയ, യേശുവിനെ പോലെ അനുരൂപമായാൽ മാത്രമേ നമ്മുടെ ചിന്തകൾ സ്തോത്രം ഹല്ലേലൂയ ഏക ചിന്തയുള്ളവരായി തീരുവാൻ ഇടയാകും. നമ്മളെല്ലാം വ്യത്യസ്തരാണ്. നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നാണ് വന്നിരിക്കുന്നത്. നമ്മൾ വി ലുക്ക് ഡിഫറെന്റ് ഹല്ലേലൂയ, ബട്ട് ഹല്ലേലൂയ യൂണിറ്റി ഈസ് നോട്ട് യൂണിഫോമിറ്റി. നമ്മളെല്ലാം ഒരുപോലെ ഇരിക്കേണ്ട, നമ്മൾ വ്യത്യസ്തമായി ഹല്ലേലൂയ വളരെ സൗന്ദര്യമുള്ളവരായാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. സ്തോത്രം. എന്നാൽ നമ്മൾ എല്ലാവരും ഒരു ചിന്തയോടെ ഹല്ലേലൂയ സ്തോത്രം ഐക്യതയോടെ ഹല്ലേലൂയ ഉറവ ശന്തര ഇരിക്കുവാൻ കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ വ്യത്യസ്തകളിൽ വ്യാപരിക്കുന്ന ഒരു ഐക്യതയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ വായു കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നത് ഐക്യതയോടെ ആയിരിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. അത് മാത്രമല്ല, സ്തോത്രം, അവിടെ പറയുന്നു റോമാലേഖനം ഹല്ലേലൂയ 12-ാം അധ്യായം 5-ാം വാക്യം വായിക്കേണ്ട. സ്തോത്രം. നമ്മുടെ ദേഹങ്ങളിൽ അനേക അവയവങ്ങളുണ്ട്. സ്തോത്രം. അതെല്ലാം ഒരുമിച്ച് ഫംഗ്ഷൻ ചെയ്ത് ഹല്ലേലൂയ 4-ാം വാക്യത്തിൽ അതിന്റെ പ്രവർത്തികളെല്ലാം വ്യത്യസ്തമാണ്. സ്തോത്രം. ഹല്ലേലൂയ. കൈ ചെയ്യുന്നതല്ല കാൽ ചെയ്യുന്നത്, കണ്ണ് ചെയ്യുന്നതല്ല ഹല്ലേലൂയ വേറെ അവയവങ്ങൾ ചെയ്യുന്നത്. സ്തോത്രം. എല്ലാത്തിനും വ്യത്യസ്തമായതുണ്ട്. എങ്ങനെയാണ് നമ്മളിപ്പോൾ ഹല്ലേലൂയ എല്ലാം ചെയ്യുന്നത്? ഇന്ന് പകൽക്കാലം കടന്നു വന്നപ്പോൾ ഓരോ അവയവങ്ങളും അതിന്റെ ജോലി ചെയ്തു. അതുകൊണ്ടാണ് സമയത്ത് ഇവിടെ കടന്നു വരുവാൻ ഇടയായത്. നമ്മളിൽ ഒരു അവയവം തെറ്റിയ നമ്മളിപ്പോൾ ER-ൽ ഉണ്ടായേനെ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം പറയുകയാണ്. സ്തോത്രം. 5-ാം വാക്യത്തിൽ 12-5 ഹല്ലേലൂയ സ്തോത്രം. അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ ഹല്ലേലൂയ അവയവങ്ങളും ആകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെല്ലാം ഓരോ അവയവങ്ങളാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സഭയുടെ ഓരോ അവയവമാണ്. ചിലർ കണ്ണാണ്, ചിലർ മൂക്കാണ്. സ്തോത്രം. ചിലർ ചെവിയാണ്. സ്തോത്രം. ചിലർ കൈകളാണ്, ചിലർ സുവിശേഷത്തിന്റെ ആത്മാവിനാൽ പോകുന്നവരാണ്. നിങ്ങൾക്കറിയാമോ നിങ്ങൾ എന്താ നിങ്ങളുടെ കുടുംബത്തിൽ? സ്തോത്രം. ഹല്ലേലൂയ. ദൈവസഭയിൽ ക്രിസ്തുവിന്റെ ശരീരത്തിൽ ഏത് അവയവമാണ് സ്തോത്രം ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്? അത് തികച്ചെടുപ്പാൻ നമുക്ക് ഇടയാകണം. സ്തോത്രം. ഒരു അവയവം ഹല്ലേലൂയ അതിന് രോഗം പിടിച്ചാൽ സ്തോത്രം, അത് പിന്മാറിയാൽ, അത് ചിതറിപ്പോയാൽ സ്തോത്രം അതിന്റെ ഫംഗ്ഷൻ തെറ്റും. സ്തോത്രം. ഈ ദിവസങ്ങളിൽ ഹുഡവര ശന്തര ദൈവസഭ, അനേക ദൈവസഭകളെ ശത്രു മുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഉറവ ശന്തര നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ ദൈവ പ്രവൃത്തി ഹല്ലേലൂയ ഒരുമിച്ച് ആത്മാവിൽ ആരാധിച്ചാട്ടെ. ഓ റവ ശന്തര ഈ വചനം ആഴത്തിൽ നല്ല നിലത്തിൽ വീണ വിത്തുപോലെ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഓ റവ ശന്തര ദൈവ പ്രവൃത്തി വചനത്തിൽ കൂടെ വെളിപ്പെടട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. യേശു പറഞ്ഞു ഹല്ലേലൂയ യോഹന്നാൻ സുവിശേഷം 13:34-35 പറയുന്നു, ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന തരുന്നു. സ്തോത്രം. എന്ത് കൽപ്പനയാണ്? സ്തോത്രം. ഹല്ലേലൂയ. തമ്മിൽ സ്നേഹിക്കുകയും ഹല്ലേലൂയ എന്നുള്ള പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അതേ സ്തോത്രം. നമ്മൾ തമ്മിൽ സ്നേഹിക്കണം. അതാണ് പുതിയ കൽപ്പന. അങ്ങനെ ചെയ്യുവാൻ കഴിയുന്നുണ്ടോ ദൈവമക്കളെ? ഹല്ലേലൂയ. അല്ലെങ്കിൽ ഇന്നൊന്ന് സമർപ്പണത്തോടെ നമുക്ക് പോകാം. ഹല്ലേലൂയ. അന്യോന്യം ഹല്ലേലൂയ സ്നേഹിപ്പാൻ. ഹല്ലേലൂയ. ദൈവസഭയിൽ ഹല്ലേലൂയ പണം കുറവല്ല ഇപ്പോൾ. ഹല്ലേലൂയ. ബിൽഡിംഗ് കുറവല്ല. സ്തോത്രം. ഹല്ലേലൂയ. ഓ റബ ശന്തര. എന്നാൽ നഷ്ടപ്പെട്ടിരിക്കുന്നത് ദൈവ സ്നേഹമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഈ കുടുംബത്തിലെല്ലാം ഉണ്ട്. സ്തോത്രം. നല്ല ജോലിയുണ്ട്, നല്ല ഭവനമുണ്ട്. എന്നാൽ നഷ്ടപ്പെട്ടിരിക്കുന്നത് സ്നേഹമാണ്. ഹല്ലേലൂയ. നമുക്കൊന്ന് മടങ്ങി വരാം. ദൈവമേ, ഞാൻ സ്നേഹത്തിൽ കുറഞ്ഞു പോയിട്ടുണ്ട്. എന്നെ തന്നെ ഒന്ന് സമർപ്പിക്കുന്നതാണ്. എനിക്ക് ഹല്ലേലൂയ സ്തോത്ര സഭയിലുള്ളവരെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. നമുക്കൊന്ന് മടങ്ങി വരാൻ. സ്തോത്രം. ഹല്ലേലൂയ. ഹ്യൂസ്റ്റൺ പട്ടണത്തെ ഹല്ലേലൂയ സ്തോത്രം മാറ്റി മറിക്കുവാൻ ഹല്ലേലൂയ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വേണ്ട. 12 പേര് യെരൂശലേമിനെ ഹല്ലേലൂയ തല തിരിച്ചു വെക്കുന്ന എങ്കിൽ സ്തോത്രം. ഹല്ലേലൂയ. ഓ റബ ശന്തര ധീര. എത്ര പേർക്ക് പറയുവാൻ കഴിയും? എന്റെ വിശ്വാസം ഈ പട്ടണത്തിൽ ഒരു വ്യത്യാസമായി തീരും. ഹല്ലേലൂയ. ഓ വിശ്വസിക്കാത്തവരും വിശ്വസിക്കാതെ ഇരിക്കട്ടെ, എന്നാൽ വിശ്വസിക്കുന്ന ചിലർ ഇതിന്റെ മധ്യത്തിലുണ്ട്. ദൈവാത്മാവ് പറയുന്നു, ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഓ റബ ശന്തര. നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ ഉപവാസം ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ഐക്യതയ്ക്ക് വേണ്ടി ആയിരിക്കട്ടെ. തലമുറകളുടെ ഐക്യത, കുഞ്ഞുങ്ങളുടെ ഐക്യത, കുടുംബത്തിലുള്ള ഐക്യതയ്ക്ക് വേണ്ടി ആയിരിക്കട്ടെ.
അനുഗ്രഹം. കൊലോസ്യർ ലേഖനം 2:19. കൊലോസ്യർ 2:19. തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു. ആമേൻ. സ്തോത്രം. തലയായ ക്രിസ്തുവിൽ നിന്ന് സ്തോത്രം. ശരീരം മുഴുവൻ സന്ധികൾ, ഹല്ലേലൂയ, ജോയിന്റ്സ്, ഞരമ്പുകൾ, നെർവസ് സിസ്റ്റം ചൈതന്യം പ്രാപിക്കുന്നത് സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ചൈതന്യം പ്രാപിക്കുന്നത് സ്തോത്രം ഈ ദിവസങ്ങളിൽ ക്രിസ്തുവിൽ നിന്നാണ്. സ്തോത്രം. അവനോട് പറ്റിയിരിക്കാം, അവനോട് കണക്ഷൻ വളർത്താം. ഹല്ലേലൂയ. വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ ഹല്ലേലൂയ സ്തോത്രം നമുക്കൊന്ന് ഉറ്റിരിക്കാം. ഹല്ലേലൂയ. ആരും കാണുന്നില്ല, ആരും അപ്രിഷ്യേറ്റ് ചെയ്യുന്നില്ല, എന്നാൽ നമ്മൾ ഉറ്റിരുന്നാൽ ദൈവ സ്നേഹത്താൽ നിറയപ്പെടുവാൻ ഈ ദിവസങ്ങളിൽ ഇടയാകും. ഒരു ചൈതന്യം പ്രാപിപ്പാൻ ഇടയാകും. ഈ ദിവസങ്ങളിൽ ചൈതന്യം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ആദ്യ കാലങ്ങളിൽ ആത്മാവിൽ നിറഞ്ഞ് ആരാധിച്ചത്, പ്രാർത്ഥിച്ചത്, സുവിശേഷം പറഞ്ഞത് നിങ്ങളൊന്ന് ഓർക്കുമോ? ആ ചൈതന്യത്തിലേക്ക് ഒന്ന് മടങ്ങി വരാം. ആ ദൈവസ്നേഹത്തിലേക്ക് ഒന്ന് മടങ്ങി വരാം. അതെ, ഹല്ലേലൂയ. ചൈതന്യം മാത്രമല്ല, ഹല്ലേലൂയ സ്തോത്രം, നമ്മൾ വളർച്ച പ്രാപിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഏകരായി ദൈവത്തോട് കണക്ഷൻ വയ്ക്കുമ്പോൾ സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ഒരു വളർച്ചയുണ്ട്. എത്ര പേർക്ക് ഹല്ലേലൂയ എൻ്റെ വളർച്ച മുഴുവനിച്ചു പോയിരുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ മടങ്ങി വന്ന് വളർച്ചയിലേക്ക് ഓരോ ദിവസവും ഹല്ലേലൂയ ആ ക്രിസ്തുവിൻ്റെ ഹല്ലേലൂയ ഹല്ലേലൂയ അവനോടൊപ്പം ഇരുന്ന് ഞാൻ വളർച്ച പ്രാപിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഐക്യതയിൽ ഒരു വളർച്ചയുണ്ട്, ഐക്യതയിൽ ഒരു ചൈതന്യം പ്രാപിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ച ഒരു സങ്കീർത്തനം തന്നെ ഐക്യതയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അത്രയും വലുതാണ് ദൈവത്തിന് ഹല്ലേലൂയ ഐക്യതയെ കുറിച്ച്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് 133-ാം സങ്കീർത്തനം ഹല്ലേലൂയ സിസ്റ്റർ വായിക്കുന്നതായിരിക്കും. സ്തോത്രം. 133. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അത് വസ്ത്രത്തിന്റെ വിളമ്പിലേക്ക് നീണ്ടു കിടക്കുന്ന താടിയിലേക്ക്, അഹരോന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി അവന്റെ തലയിലെ വിശേഷ തൈലം പോലെയും സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോനിയ മഞ്ഞു പോലെയും ആകുന്നു. അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായുള്ള ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇതാ ബിഹോൾഡ്. ഹല്ലേലൂയ. നോക്കുക, ശ്രദ്ധിക്കുക. സ്തോത്രം. ദൈവം വിളിക്കുകയാണ് നമ്മളെ. നോക്ക്. ഹല്ലേലൂയ. സ്തോത്രം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര മനോഹരവും എത്ര ശുഭവുമാണ്. ഇതാ സഹോദരിമാർ ഒത്തൊരുമിച്ച് ഹല്ലേലൂയ കൂടി വന്നിരിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ മധ്യത്തിൽ ഹല്ലേലൂയ ഹൗ ബ്യൂട്ടിഫുൾ. സ്തോത്രം. ഹല്ലേലൂയ. അതെ, ഇത് മുഴുവൻ നിറഞ്ഞാർന്നെങ്കിൽ ഇനി എത്ര സന്തോഷമായിരുന്നു. സ്തോത്രം. എന്നാൽ നിങ്ങൾ ഇന്ന് കടന്ന് ധൈര്യത്തോടെ കോവിഡിനെ ഭയപ്പെടാതെ ഹല്ലേലൂയ സകലതും മാറ്റിവെച്ച് ഇവിടെ കടന്നു വന്നിരിക്കുമ്പോൾ ദൈവം പറയുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. എത്ര മനോഹരമാണ്. ആ സഹോദരി കടന്നു വന്നത് എത്ര മനോഹരമാണ്. സ്തോത്രം. ഒരു കുടുംബം ഒരുമിച്ച് താമസിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എത്ര മനോഹരമാണ്, എത്ര ശുഭമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയാണോ നമ്മുടെ ഭവനങ്ങൾ? സ്തോത്രം. അങ്ങനെ ആയിത്തീരുവാൻ ദൈവം ഇടയാക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. അതെ, ബിലിയാം സ്തോത്രം ശപിക്കുവാൻ, ഇസ്രായേൽ മക്കളെ ശപിക്കുവാൻ വന്നു. ഹല്ലേലൂയ. സമയം കുറവുണ്ട്, വേഗത്തിൽ പറഞ്ഞു പോകാം. സ്തോത്രം. അവൻ യാക്കോബിന്റെ കൂടാരങ്ങളെ കണ്ടു. സ്തോത്രം. യാക്കോബേ നിന്റെ കൂടാരങ്ങൾ, ഇസ്രായേലേ നിന്റെ നിവാസങ്ങൾ. സ്തോത്രം. എത്ര മനോഹരം. ഹല്ലേലൂയ. ഓ രമശന്തരഗിരെ. ശത്രു നോക്കുമ്പോൾ സ്തോത്രം നമ്മൾ ഒരുമിച്ച് ഹല്ലേലൂയ ആലയത്തിൽ കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ ഒരുമിച്ച് ഭവനത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ, സ്തോത്രം. ഹല്ലേലൂയ ഐക്യതയോടെ ജീവിക്കുമ്പോൾ, സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കൂടെ മുട്ടുമടക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം. അവൻ എത്ര മനോഹരം, എത്ര ഹല്ലേലൂയ ശുഭമാകുന്നു. സ്തോത്രം. അവൻ ശിഖരങ്ങളിൽ നിന്ന് നോക്കി ശപിക്കുവാൻ പിന്നെയും നിന്നപ്പോൾ സ്തോത്രം തനിച്ച് പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. സ്തോത്രം. നമ്മൾ വിശുദ്ധിയോടെ വേർപാടോടെ ജീവിക്കുമ്പോൾ സ്തോത്രം. ഹല്ലേലൂയ ശത്രു പറയും. സ്തോത്രം. ഹല്ലേലൂയ. അതെ, ഇത് തനിച്ച് പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. ഞങ്ങൾ ജാതികളുടെ കൂട്ടത്തിൽ ആകുവാനല്ല ഹല്ലേലൂയ വിളിച്ചു വേർതിരിച്ച് വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുവാൻ സ്തോത്രം. ഹല്ലേലൂയ പ്രതിജ്ഞ എടുത്ത സഹോദരിമാരാണ് ഇവിടെ ഇരിക്കുന്നത്. അത് ദൈവം എത്ര മനോഹരം
ശുഭമെന്ന് ദൈവം പറയുകയാണ്. സ്തോത്രം ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ സ്തോത്രം ഹല്ലേലൂയ നമ്മൾ ഒരുമിച്ച് പാർത്ത് ഹല്ലേലൂയ അത് ഹല്ലേലൂയ സന്തോഷത്തെ വർദ്ധിപ്പാൻ ഇടയാകട്ടെ. സ്തോത്രം. അതുമാത്രമല്ല, നമുക്കറിയാം എരികോ മതിലിൽ സ്തോത്രം ഒരുമിച്ച് ആർപ്പെട്ടപ്പോൾ ഹല്ലേലൂയ എന്ത് പറയുന്നു? സ്തോത്രം ഹല്ലേലൂയ ഐക്യത വേണമെങ്കിൽ അനുസരണം വേണം. യേശു വന്നപ്പോൾ പിതാവിനെ അനുസരണത്തോടെ പിന്തുടരുവാൻ ഇടയായി. ഹല്ലേലൂയ. ഏത് കാര്യം ദൈവം ആഗ്രഹിച്ചോ അത് തികച്ചെടുപ്പാൻ ഇടയായി. സ്തോത്രം ഹല്ലേലൂയ. ഐക്യതയ്ക്ക് ഒരു അനുസരണം വേണം, ഒരു സമർപ്പണം വേണം. ഞാൻ സമർപ്പണത്തിനെ കുറിച്ച് പറഞ്ഞു. ഹല്ലേലൂയ. ഐക്യതയ്ക്ക് വേണ്ടി ഞാൻ എന്തും സഹിക്കും. യേശു നമുക്ക് വേണ്ടി കാൽവരി സഹിച്ചില്ലേ? ദൈവമക്കളെ സ്തോത്രം. ആ രക്തം ചൊരിഞ്ഞില്ലേ? ഹല്ലേലൂയ. ഉറവ ശന്തരധീര ഹല്ലേലൂയ. പിതാവിന്റെ ഹല്ലേലൂയ ഇഷ്ടം നിറവേറുവാനായി തന്നെ ഏൽപ്പിച്ചു കൊടുത്തില്ലേ? ഹല്ലേലൂയ. ഞാൻ പറയട്ടെ സ്തോത്രം ഹല്ലേലൂയ. നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ കഷ്ടം സമർപ്പണം സഹിക്കേണ്ടി വരും. ഹല്ലേലൂയ. അത് മാത്രമല്ല സ്തോത്രം ഹല്ലേലൂയ നമുക്കൊരു അനുസരണം വേണം. അപ്പോഴാണ് ഐക്യത നമ്മുടെ ഭവനങ്ങളിൽ വരുന്നത്, നമ്മുടെ ആലയത്തിൽ വരുന്നത്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഞാൻ അനുസരണത്തിന് ദൈവത്തിനെ അനുസരിക്കുവാൻ. സ്തോത്രം ഹല്ലേലൂയ. അത് മാത്രമല്ല സ്തോത്രം ഹല്ലേലൂയ ഞാൻ സമർപ്പണത്തോടെ ജീവിക്കും. ഐക്യതയ്ക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യുമെന്ന് ഹല്ലേലൂയ എന്ത് സഹിക്കുമെന്ന് ഒരു തീരുമാനത്തോടെ നമ്മൾ മടങ്ങിപ്പോകാം. സ്തോത്രം. ദൈവമക്കളെ ഹല്ലേലൂയ സ്തോത്രം. 2-ാം വാക്യം വായിച്ചു. അതൊരു അഭിഷേകം പോലെയാണ്. ഐക്യത ഒരു അഭിഷേകമാണ്. ഹല്ലേലൂയ. വസ്ത്രത്തിന്റെ വിളിമ്പിലേക്ക് നീണ്ടു നിൽക്കുന്ന താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായ അഭിഷേകം. നിങ്ങൾക്കെല്ലാം ഇത് പരിചയമുള്ളതാണ്. സ്തോത്രം. ഒരു അഭിഷേകം വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ. ശിഷ്യന്മാർ സ്തോത്രം യേശുവിനോട് കൂടെ ഉള്ളപ്പോൾ ആരാ വലുത് സ്തോത്രം എന്ന് ഭയങ്കര ഡിസ്കഷൻ ആയിരുന്നു. സ്തോത്രം. അത് കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ മരിച്ചു ഉയർത്തെഴുന്നേറ്റപ്പോൾ എങ്ങനെ യേശുവിന് വേണ്ടി മരിക്കാം? സ്തോത്രം ഹല്ലേലൂയ. ആര് വലത്തിരിക്കും ആര് ഇടത്തിരിക്കുന്നു എന്ന് ചോദിച്ച ജനം ഹല്ലേലൂയ യേശുവിന് വേണ്ടി മരിക്കുവാൻ തീരുമാനിച്ചു. അഭിഷേകം വന്നപ്പോൾ അവിടെ ഒരു രൂപാന്തരം ഉളവാകുവാൻ ഇടയായി. ദൈവമക്കളെ സ്തോത്രം ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 1:14 പറയുന്നു, അവർ ഒരുമിച്ച് ഹല്ലേലൂയ മറിയയോട് കൂടെ പ്രാർത്ഥിക്കുവാൻ ഇടയായി. ഹല്ലേലൂയ. നമ്മൾ ഒരുമിച്ച് ഐക്യതയോടെ പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ അവിടെ അഭിഷേകം ഇറങ്ങുവാൻ ഇടയാകും. സ്തോത്രം. 2-ാം അധ്യായം 1-4 വരെയുള്ള വാക്യങ്ങളിൽ ഹല്ലേലൂയ നമുക്കെല്ലാം സുപരിചിതമാണ്. അവർ മാളിക വെളിയിൽ കൊണ്ടുവന്നു. പെന്തക്കോസ്ത് നാളിൽ അഭിഷേകം അവിടെ ഇറങ്ങി ഒരുമിച്ച് ഒരു മനസ്സോടെ സ്തോത്രം ഹല്ലേലൂയ ഒരു സ്ഥലത്ത് കൂടി വന്നപ്പോൾ ഹല്ലേലൂയ. ഇപ്പോൾ ചിലർ ചിന്തിക്കുന്നുണ്ട്, ഞാൻ ഓൺലൈനിൽ വീട്ടിലിരുന്ന് വാച്ച് ചെയ്യാം സ്തോത്രം ഹല്ലേലൂയ അത് മതി എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ ഞാൻ ഒരു കാര്യം പറയാം, ഒരു സ്ഥലത്ത് ഒരുമിച്ച് നമ്മൾ കൂടി വരുമ്പോൾ അവിടെ അഭിഷേകം വ്യാപരിക്കും. ഉടവറ ശന്തര ശത്രുവിന് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ശത്രുവിന് പ്രവർത്തിക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ. എല്ലാവരും ഒരേ ഭാവത്താൽ ഒരേ ഹല്ലേലൂയ മനസ്സോടെ അവർ കാത്തിരുന്നപ്പോൾ ഹല്ലേലൂയ സ്തോത്രം അതേ തീ നാവാൽ അവരുടെ മേൽ ഇറങ്ങുവാൻ ഇടയായി. എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കുവാൻ ഇടയായി. സ്തോത്രം ഹല്ലേലൂയ. അവിടെ വിശ്വസിക്കുന്നവരുടെ കൂട്ടം ഏക ഹൃദയത്തോടെ മുന്നോട്ട് പോകുവാൻ ഇടയായി. ഞാൻ പറഞ്ഞില്ലേ സ്തോത്രം ഹല്ലേലൂയ അപ്പോസ്തലന്മാർക്ക് വിദ്യാഭ്യാസമില്ലായിരുന്നു, ഹല്ലേലൂയ കഴിവില്ലായിരുന്നു, ഒരു ചർച്ച് പോലും ഇല്ലായിരുന്നു. സ്തോത്രം ഹല്ലേലൂയ. നമുക്കറിയാം ഒരു മീൻപിടുത്തക്കാരായിരുന്നു, പുകഴുവാനോ പറയുവാനോ ഒന്നുമില്ലായിരുന്നു. എന്നാൽ അഭിഷേകം വ്യാപരിച്ചപ്പോൾ സ്തോത്രം ഹല്ലേലൂയ അപ്പോസ്തലനായ പത്രോസ് എഴുന്നേറ്റ് നിന്നപ്പോൾ കൂടെ 11 പേർ ഒരുമിച്ച് നിന്ന് ഹല്ലേലൂയ സത്യം വെളിപ്പെടുത്തുവാൻ അവിടെ ഇടയായി. ഉടമന സന്തര ധീര. ഇറ്റ് ഡസന്റ് മാറ്റർ ഹല്ലേലൂയ ഹൂ വിൽ സ്റ്റാൻഡ് വിത്ത് യു. ഹല്ലേലൂയ. നമ്മളൊന്ന് നിൽക്കാം. സ്തോത്രം. ദൈവത്തിന് വേണ്ടി നമ്മൾ നിൽക്കാം. കൂടെ ജനത്തെ ദൈവം എഴുന്നേൽപ്പിക്കും. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഉടവരവ ശന്തര ഐക്യതയിൽ കൂടി നമ്മൾ ഭവനത്തിൽ പ്രാർത്ഥിക്കാം. സ്തോത്രം ഹല്ലേലൂയ. അവിടെ പറയുന്നു ഇത് ഒഴുകുന്നതാ. സ്തോത്രം ഹല്ലേലൂയ. എവിടെയാ ഒഴുകാൻ തുടങ്ങിയത്? സ്തോത്രം യെരുശലേമിൽ ഒഴുകിയത്. ഒരു ചെറിയ ഗ്രാമത്തിൽ കർണാടകയിലോ കേരളത്തിലോ ആയിരുന്ന നമ്മെ ഹല്ലേലൂയ ആ അഭിഷേകം തേടിയെത്തില്ലേ? ആ ദൈവസ്നേഹം തേടി എഴുത്തില്ലേ? ഹല്ലേലൂയ. ഐക്യതയിൽ വ്യാപരിച്ചത് ഒഴുകി 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 ലോകം മുഴുവൻ എത്തുവാൻ ഇടയായി. സ്തോത്രം. ദൈവമക്കളെ യു ക്യാൻ നെവർ ഹല്ലേലൂയ ലിമിറ്റ് ദ പവർ ഓഫ് ഹല്ലേലൂയ യൂണിറ്റി. ഹല്ലേലൂയ. അതിന്റെ ശക്തിയെ നമുക്ക് ലിമിറ്റ് ചെയ്യുവാൻ ഇടയത്തില്ല. നമുക്കറിയത്തില്ല നമ്മൾ ഈ ഭൂമി വിട്ട് മൺമറയും. എന്നാൽ നമ്മൾ ഐക്യതയോടെ നിന്നാൽ സ്തോത്രം ഹല്ലേലൂയ അത് ഒഴുകുന്ന അഭിഷേകം അതിൽ കൂടെ വ്യാപരിക്കും, നമ്മുടെ കുടുംബത്തിൽ വ്യാപരിക്കും. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം ഹല്ലേലൂയ. അവിടെ ഇത് വിശേഷ തൈലമാണ്. സ്തോത്രം. പുരോഹിതനെ അഭിഷേകം ചെയ്യുന്ന തൈലമാണ്. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങളെല്ലാം എക്സോഡസ് 30 വായിച്ചാൽ അറിയാം. സ്തോത്രം ഹല്ലേലൂയ. എന്നാൽ നാം വേഗത്തിൽ പോകാം. അവിടെ ഒലിവ് എണ്ണയെ സ്തോത്രം ഇടിച്ച് ഹല്ലേലൂയ ഒലിവ് കായ മാറിപ്പോയി, ഷേപ്പ് നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. അപ്പോഴാണ് എണ്ണ പുറത്തു വന്നത്. സ്തോത്രം ഹല്ലേലൂയ.
സ്പെഷ്യലായിട്ട് നിർമ്മിച്ച സുഗന്ധവർഗ്ഗങ്ങളെ ഇടിച്ച് പൊടിയായി സ്തോത്രം അതെല്ലാം യൂണൈറ്റ് ചെയ്തപ്പോൾ സ്തോത്രം ഹല്ലേലൂയ ഈ വിശേഷ അഭിഷേക തൈലം വന്നു സ്തോത്രം ഹല്ലേലൂയ. ഉറവ ശന്തരധീര. ഇനി നമ്മളല്ല, നമ്മുടെ നാമമല്ല ഉയരേണ്ടത്, ദൈവത്തിന്റെ നാമം നമ്മളിൽ കൂടെ ഉയരണം. നമ്മളല്ല കാണേണ്ടത് സ്തോത്രം ഹല്ലേലൂയ. ഐക്യതയിൽ വെളിപ്പെടുന്ന ഹല്ലേലൂയ ഒരു സൗരഭ്യ വാസനയുണ്ട്. ഓ റവ ശന്തര ഹല്ലേലൂയ. നമ്മൾ പോകുന്നിടത്ത് നമ്മുടെ ജോലിയിലെല്ലാം വ്യാപരിക്കേണ്ടത് സൗരഭ്യ വാസനയാണ്. 2 കൊരിന്ത്യർ 2:15 പറയുന്നു, രക്ഷിക്കപ്പെട്ട പ്രാർത്ഥിച്ചപ്പോൾ ഒരു സഹോദരി ഇവിടെ ഉരുവിട്ടു, രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിച്ചു പോകുന്നവരുടെ ഇടയിലും സ്വത്രം സൗരഭ്യ വാസനയായി അഭിഷേകത്തോടെ നിങ്ങളെ വെച്ചിരിക്കുകയാണ് ദൈവമക്കളെ. സ്തോത്രം ഹല്ലേലൂയ. ഉറവ ശന്തര. നമ്മൾ ഒരു അഭിഷേക ഹല്ലേലൂയ ഫ്രാഗ്രൻസ് ആണ്. ഐ ആം എ ഫ്രാഗ്രൻസ് ഫോർ ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ആ അഭിഷേകത്തോടെ സ്തോത്രം ഹല്ലേലൂയ നമ്മളായിരിക്കുന്ന സ്ഥലത്ത് നമുക്കൊന്ന് പുറപ്പെടുവിക്കാം. സ്തോത്രം ഒരു മുറി നിറഞ്ഞതുപോലെ സ്തോത്രം ഹല്ലേലൂയ നമ്മളെ കാണുന്നവർ ക്രിസ്തുവിനെ കാണുവാൻ ഇടയാകണം, ക്രിസ്തുവിന്റെ സ്നേഹം അനുഭവിക്കാൻ ഇടയാകണം. അപ്പോൾ സ്തോത്രം നമ്മൾ ഇല്ലാതെ ആയാലേ പറ്റത്തുള്ളൂ. ചില സമർപ്പണത്തോടെ സാക്രിഫിഷ്യലായിട്ട് ജീവിച്ചാലേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം സമയമില്ലാത്ത സമയത്ത് സമയമെടുത്ത് സ്തോത്രം ഹല്ലേലൂയ അനേകരെ സഹായിച്ചാൽ, അനേകർക്ക് കൈത്താങ്ങൽ കൊടുത്താൽ, അനേകർക്ക് ആശ്വാസം വാക്കുകൾ പറയുവാനിടയാകും, അല്ല പ്രാർത്ഥിക്കുവാനിടയാകും. സ്തോത്രം ദൈവമക്കളെ, അനേക താലന്തുകൾ തന്നിട്ടാണ് നിങ്ങളെ ഇവിടെ വെച്ചിരിക്കുന്നത്. സ്തോത്രം ഹല്ലേലൂയ. ദൈവം ഒരു താലന്ത് കൊടുക്കാൻ ആരെയും വെച്ചിട്ടില്ല. നിങ്ങൾക്ക് സ്തോത്രം among your friends hallelujah, among you everywhere in our family we can be the fragrance. പറഞ്ഞാട്ടെ, I can be the fragrance for Christ. hallelujah. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സ്തോത്രം എത്ര മനോഹരമാണ്. ഹല്ലേലൂയ. ദൈവം പറയുന്നു, 2 പേർ ഐക്യമത്യപ്പെട്ട് എന്ത് ചോദിച്ചാലും പിതാവ് തരും. സ്തോത്രം എത്ര വലിയ വാഗ്ദത്തമാണ്. സ്തോത്രം ഹല്ലേലൂയ. ഇന്നു മുതൽ ഐക്യമത്യപ്പെട്ട് നമ്മൾ പ്രാർത്ഥിക്കാം. അത് മാത്രമല്ല ഹല്ലേലൂയ നമ്മുടെ നടുവിൽ 2-3 പേർ കൂടി വന്നാൽ മതി. അതിന്റെ നടുവിൽ ഹല്ലേലൂയ സർവശക്തനായ സർവസൃഷ്ടിതാവായ ദൈവമാണ് ഇറങ്ങി വരുന്നത്. എത്ര വലിയ വാഗ്ദത്തമാണ് ഹല്ലേലൂയ ഐക്യതയ്ക്കുള്ളത് ദൈവമക്കളെ. സ്തോത്രം ഹല്ലേലൂയ. അതേ സ്തോത്രം ഹല്ലേലൂയ. സഭാപ്രസംഗി 4:9-10 സ്തോത്രം സമയം പോകുന്നല്ലോ, ഞാൻ തന്നെ പറഞ്ഞുകൊള്ളാം. സ്തോത്രം ഹല്ലേലൂയ. അതേ ഒരുവനേക്കാൾ 2 പേർ നല്ലത്. സ്തോത്രം അവർക്ക് തങ്ങളോട് ഹല്ലേലൂയ. അതേ സ്തോത്രം പ്രയത്നത്തിൽ പ്രതിഫലം വലുതായിരിക്കും. ഹല്ലേലൂയ. വലിയ പ്രതിഫലം കിട്ടും. സ്തോത്രം ഹല്ലേലൂയ. ഒരാൾ വീണാൽ അനേകർക്ക് താങ്ങുവാൻ കഴിയും, ഇനി ഒരുത്തന് താങ്ങുവാൻ കഴിയും. ഒരാൾ സ്തോത്രം ഹല്ലേലൂയ ആരെങ്കിലും സ്തോത്രം ശത്രു വന്നാൽ 2 പേർ ഫൈറ്റ് ചെയ്യുവാൻ ഇടയാകും. സ്തോത്രം ഹല്ലേലൂയ. അതുമാത്രമല്ല സ്തോത്രം പ്രതിഫലം വലുതായിരിക്കും. സ്തോത്രം 2 പേർ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഹല്ലേലൂയ ഏകരായി ഞാൻ തന്നെ പ്രാർത്ഥിച്ചോളാം, തന്നെ ഫൈറ്റ് ചെയ്തോളാം, എനിക്ക് ആരും വേണ്ട, എല്ലാവരും നല്ലതില്ല എന്ന് പറയണേക്കായോ. ഹല്ലേലൂയ. സ്തോത്രം ഇല്ല. ഹല്ലേലൂയ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് ഉപവസിക്കാം, ഒരുമിച്ച് നിൽക്കാം ദൈവത്തിന് വേണ്ടി. സ്തോത്രം നമ്മുടെ പ്രതിഫലം വലുതായിരിക്കും. സ്തോത്രം അപ്പോസ്തലനായ പൗലോസ് കാരാഗൃഹത്തിലാണ്. ഹല്ലേലൂയ. 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നു, ദൈവമക്കളെ സ്തോത്രം ഹല്ലേലൂയ നിങ്ങൾ ഹല്ലേലൂയ ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം പൂണ്ട്, ഐക്യമത്യത്തോടെ ഏക ഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷത്തെ പൂർണ്ണമാക്കുവിൻ. ദൈവമക്കളെ സ്തോത്രം നമ്മുടെ സന്തോഷം പൂർണ്ണമാകണോ? ഹല്ലേലൂയ. ഭവനത്തിൽ സന്തോഷം പൂർണ്ണമാകണോ? നമ്മൾ സ്തോത്രം ഹല്ലേലൂയ ഐക്യമത്യത്തോടെ ഏക മനസ്സുള്ളവരായി തീരുവാൻ ഇടയാകട്ടെ. സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് എല്ലാ ചർച്ചുകളും സ്തോത്രം ഒരുമിച്ച് വന്നിരിക്കുകയാണ്. നമുക്ക് വളരെ സന്തോഷമാണ്. ഹല്ലേലൂയ. 2 വർഷം ഹല്ലേലൂയ കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് കൂടി വരുവാൻ കഴിഞ്ഞില്ല, എന്നാൽ സ്തോത്രം ഇന്ന് കൂടി വന്നു. ഇനി പലരും കൂടെ വന്നെങ്കിൽ ഇനി സന്തോഷമായിരുന്നു. സ്തോത്രം ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. നമുക്കിടയായി സ്തോത്രം നമ്മുടെ സന്തോഷം വർദ്ധിക്കുന്നത് ഐക്യതയിലാണ്. ഹല്ലേലൂയ. സ്തോത്രം ഹല്ലേലൂയ. അതെങ്ങനെയാണ്? 3-ാം വാക്യത്തിൽ സ്തോത്രം ഹല്ലേലൂയ ഹർമോനിയ മഞ്ഞാണ്. സ്തോത്രം ഹർമോനിൽ വളരെ മഞ്ഞാണ്. നോർത്തിലെ ഒരു പർവ്വതമാണ്. ഹല്ലേലൂയ. സിയോൻ ഒരു തെക്കിലെ പർവ്വതമാണ്. ഇവിടുന്ന് ഡാലസിൽ പോകുന്നവരെ ദൂരമുണ്ട് 2 പർവ്വതത്തിനും തമ്മിൽ. സ്തോത്രം 250 മൈൽസ്. ഹല്ലേലൂയ. എന്നാൽ അവിടെ പെയ്യുന്ന മഞ്ഞ് ഹല്ലേലൂയ തെക്കിലുള്ള സിയോൻ പർവ്വതത്തിൽ പെയ്യും. എങ്ങനെയാണ്? ദൈവം ഹല്ലേലൂയ ഐക്യതയുണ്ടെങ്കിൽ ഹല്ലേലൂയ ദൂരം ഒരു പ്രോബ്ലം അല്ല. സ്തോത്രം ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ആയിരിക്കുന്നുവെങ്കിൽ ദൈവത്തിൽ ഐക്യത ഉണ്ടെങ്കിൽ നമ്മൾ ഹല്ലേലൂയ മൈലുകളൊക്കെ അപ്പുറത്ത് ഇന്ത്യയിൽ, ആഫ്രിക്കയിൽ, മെക്സിക്കോയിൽ മിഷൻ ചെയ്യുവാൻ ഇടയാകും. അതെല്ലാം ചെയ്യുന്ന ദൈവമക്കളാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത് വേഗത്തിൽ. സ്തോത്രം ഹല്ലേലൂയ. ഉറവ ശന്തര അവിടെ പറയുന്നു സ്തോത്രം അവിടെയല്ലോ യഹോവയുടെ അനുഗ്രഹം
ഉള്ളത്. സ്തോത്രം. നിത്യ ജീവൻ കൽപ്പിച്ചിരിക്കുന്നത്. ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. അതേ ഹല്ലേലൂയ. സ്തോത്രം. അനുഗ്രഹം വേണോ? ഐക്യതയോടെ നിൽക്കണം. സ്തോത്രം. ദൈവമക്കളെ, ഇപ്പോൾ എൻ്റെ ചർച്ച് വലുതായിരിക്കുന്നു, എനിക്ക് ആരുടെ സഹായം വേണ്ട എന്ന് വീണാൽ, സ്തോത്രം ഹല്ലേലൂയ, അത് അങ്ങനെ പറഞ്ഞാൽ നമ്മൾ വീഴാറായി എന്ന് അതിൻ്റെ അർത്ഥം. എനിക്ക് ഒരു ചെറിയ ചർച്ചിൻ്റെ ഹെൽപ്പ് വേണ്ട, ഞാൻ തന്നെ ജീവിച്ചോളാം എന്ന് പറഞ്ഞാൽ അത് വീഴുന്ന സമയമാണ്. എന്നാൽ ഐക്യതയോടെ കൈത്താങ്ങൽ കൊടുത്ത് മുന്നോട്ട് പോയാൽ ഹല്ലേലൂയ, അവിടെ ഒരു അനുഗ്രഹമുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. അവിടെയാണ് ശാശ്വത ജീവൻ കൽപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നിത്യ ജീവന് വേണ്ടി ഓടുന്ന സഹോദരിമാരെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. സ്തോത്രം ഹല്ലേലൂയ. ഈ ഐക്യതയോടെ നിന്നാൽ മാത്രമേ ഹല്ലേലൂയ, ദൈവത്തോട് ഐക്യത, നമ്മുടെ ഉള്ളിൽ ഒരു ഐക്യത, നമ്മുടെ കുടുംബത്തോട് ഐക്യത, ദൈവസഭയോട് ഐക്യതയോടെ നിന്നാൽ നമുക്ക് നിത്യ ജീവൻ പ്രാപിക്കുവാൻ ഇടയാകും. ഓട്ടത്തിൽ തെറ്റിപ്പോകുവാൻ ഇടയാകത്തില്ല. നമ്മൾ ഹല്ലേലൂയ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ദൈവമക്കളെ ഹല്ലേലൂയ, നമ്മളിങ്ങനെ ചിതറിക്കിടന്നാൽ ഒന്നും ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യുവാൻ ഇടയാകത്തില്ല. നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. പാടുന്നവർ മുന്നോട്ട് കടന്നു വന്നാട്ടെ. സ്തോത്രം ഹല്ലേലൂയ. നമ്മൾ ഒരുമിച്ച് നിൽക്കാം. സ്തോത്രം. ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാം. ഹല്ലേലൂയ. തമ്മിൽ ഐക്യതയുള്ളവരായി തീരാം. സ്തോത്രം ഹല്ലേലൂയ. ദൈവം ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത് ഹല്ലേലൂയ ഒരു ഐക്യതയ്ക്ക് വേണ്ടിയായിട്ടാണല്ലോ. സ്തോത്രം ഹല്ലേലൂയ. ഓ റബ ശന്തര നീര. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. സ്തോത്രം ഹല്ലേലൂയ. എല്ലാ മയക്കങ്ങളും ഒന്ന് മാറിയാട്ടെ. ഓ റബ ശന്തര. എത്ര പേർക്ക് ഒരു ആഗ്രഹമുണ്ട്? ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ പ്രയത്നിക്കുന്നുണ്ട്, എനിക്ക് കുറെ നാളായി സ്തോത്രം ഹല്ലേലൂയ ഐക്യത പ്രയത്നിക്കുന്നുണ്ട്, എന്നാൽ അത് സാധ്യമാകുന്നില്ല. ദൈവമക്കളെ സ്തോത്രം ഹല്ലേലൂയ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്തോത്രം ഹല്ലേലൂയ. നമുക്കൊന്ന് മുന്നോട്ട് വരാം. സ്തോത്രം ഹല്ലേലൂയ. ഓ റബ ശന്തര ധീര ഹല്ലേലൂയ. അതേ സ്തോത്രം. എനിക്ക് ആഗ്രഹം, ഒരു സമർപ്പണം ചെയ്യുവാനുള്ള ആഗ്രഹമുണ്ട്, വചനത്തിന് മുൻപാകെ സമർപ്പിക്കുവാനുള്ള ഒരു ആഗ്രഹമുണ്ടെന്ന് പറയുന്നവർ മുന്നോട്ട് കടന്നു വന്നാട്ടെ. ഇല്ല, നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് കൈകളെ ഒന്ന് ഉയർത്തി, ദൈവമേ ഐക്യതയ്ക്ക് വേണ്ടി ഞാൻ ഹല്ലേലൂയ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്, അനുസരണത്തിന് വേണ്ടി സമർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. സകരെ ധീരേ മാനാധാര ഉടകല ദുരമന. എല്ലാ അന്യഭാഷകളാൽ ഹല്ലേലൂയ ആത്മാവിൽ നിറഞ്ഞ സഹോദരന്മാരെ പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം. ഈ പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ടെക്സസ് സ്റ്റേറ്റിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ത്യയിൽ വന്ന് പ്രാർത്ഥിക്കാം. പ്രതികൂലങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ത്യയിൽ സ്തോത്രം നിയമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചിതറി കിടന്നാൽ ഒക്കത്തില്ല. സ്തോത്രം. നമ്മൾ ഒരുമിച്ച് നിൽക്കണം, ഒരുമിച്ച് പ്രവർത്തിക്കണം. ഹല്ലേലൂയ. എന്നാൽ മാത്രമേ ഹല്ലേലൂയ ദൈവത്തിന്റെ കരം നമ്മുടെ ശത്രുക്കൾക്കെതിരായി വ്യാപരിക്കത്തുള്ളൂ. കുടുംബത്തിൽ സ്തോത്രം ഹല്ലേലൂയ സന്തോഷം നഷ്ടപ്പെടുത്തിയ, ഐക്യത നഷ്ടപ്പെടുത്തിയ ആ ശക്തിയെ നമ്മൾ ശാസിക്കാൻ പോകുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എത്ര പേർ വിശ്വസിക്കും? അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അത്യുന്നതനായ ദൈവം ഹല്ലേലൂയ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. എനിക്ക് ശക്തിയില്ല, ഇവിടെ മുൻപിൽ നിൽക്കുന്ന ആർക്കുമില്ല, എന്നാൽ നമ്മുടെ മധ്യ
കർത്താവെ ഹല്ലേലൂയ ഏൽപ്പിച്ചത് വിളമ്പിക്കൊടുക്കുവാനിടയായി കർത്താവെ സ്തോത്രം ഹല്ലേലൂയ നിന്റെ കരത്തിൽ ഏൽപ്പിക്കുകയാണ് കർത്താവെ. ഏത് പ്രാർത്ഥനാ വിഷയത്തോടെ അവർ പ്രാർത്ഥിച്ചോ അതിന്റെ മേൽ ദൈവത്തിന്റെ കരം ഇറങ്ങിയിരിക്കാൻ സ്തോത്രം ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തി അത്ഭുത ശക്തി വ്യാപരിച്ചിരിക്കാൻ സ്തോത്രം കർത്താവെ. ഞങ്ങൾ ഒരുമിച്ച് വിശ്വസിക്കുന്ന കർത്താവെ ഈ പട്ടണത്തിൽ നിന്റെ കരം വ്യാപരിച്ചിരിക്കുന്നു. ഇന്ന് പകൽക്കാലം സ്തോത്രം ജനം വിടുവിക്കപ്പെട്ടിരിക്കുകയാണ്. അതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അമേരിക്കയെ നിന്റെ കരത്തിൽ ഏൽപ്പിക്കുന്ന കർത്താവെ. മിഷനറിമാരെ നിന്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. ഇന്ത്യയെ നിന്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. ദൈവരാജ്യം ഹല്ലേലൂയ ഉറവ ശന്തര ഞങ്ങളുടെ ഉദ്ദേശം ദൈവരാജ്യം ദൈവഹിതം ദൈവ മഹത്വം കർത്താവെ. ദൈവരാജ്യം ദൈവഹിതം ദൈവ മഹത്വത്തിനായി സഹോദരിമാരായി ഞങ്ങൾ സമർപ്പിക്കുകയാണ് കർത്താവെ. ഞങ്ങൾ ആഗോളം ഞങ്ങളുടെ കയ്യിൽ ആഗോളം സ്തോത്രം ഹല്ലേലൂയ ഞങ്ങൾ പ്രവർത്തിക്കാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. അതിന്റെ മേൽ യേശുവിന്റെ മുദ്ര ഒന്ന് ഇട്ടിരിക്കാൻ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഞങ്ങൾ ബലഹീനരാണ്, എന്നാൽ ബലമുള്ള ദൈവം നമ്മുടെ കൂടെ ഇരിക്കാൻ ദൈവത്തെ സ്തുതിക്കുന്ന പച്ച കർത്താവെ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം കർത്താവെ. HBF ഫെലോഷിപ്പിനെ കർത്താവെ, HWF ഫെലോഷിപ്പിനെ അനുഗ്രഹിക്കണം കർത്താവെ. ജോളി സിസ്റ്റർ അനുഗ്രഹിക്കണം. അഭിഷേകത്തോടെ അവരെ എല്ലാ ഭാരവാഹികളെ അനുഗ്രഹിക്കുന്നു കർത്താവെ. ഇന്ന് ഈവനിംഗിലെ ശുശ്രൂഷകളെ അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം നിന്റെ നാമ മഹത്വത്തിനായി തീർക്കണം കർത്താവെ. 25 years ഹല്ലേലൂയ എബെനേസറായി കൂടെ ഇരുന്നനായി സ്തോത്രം കർത്താവെ. ഇനിയും ശക്തനായി ദൈവം സ്തോത്രം ഹല്ലേലൂയ. ഇത് വർദ്ധിച്ച് സ്തോത്രം ഹല്ലേലൂയ. ഇത് മുഖാന്തരം അനേകർ രക്ഷിക്കപ്പെടുവാൻ അനേകർക്ക് ആശ്വാസം പ്രാപിപ്പാൻ ദൈവം ഇടയാക്കുന്നതിനായി സ്തോത്രം കർത്താവെ. ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന കർത്താവെ. മാനവ മഹത്വം എടുത്തിരിക്കാൻ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. Praise the Lord.